മാധ്യമങ്ങൾ വളരെ കാലമായി ചില രഹസ്യ അജണ്ടകൾ ഒളിച്ചു കടത്താൻ തുടങ്ങിയിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്ന വ്യവസായം. നമുക്കറിയാം, കേരളത്തിലടക്കം ഉള്ള സിനിമാ മേഖലകളിൽ മതമൗലികവാദ സംഘടനകൾ പിടിമുറുക്കുകയും അവരുടെ ഇഷ്ടത്തിനൊപ്പം സിനിമകളുടെ തിരക്കഥ രചിക്കുകയും അത്തരത്തിലുള്ള സിനിമകൾ ധാരാളം വരികയുമുണ്ടായി. ഈ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളെല്ലാം, മലയാളത്തിലടക്കമുള്ള സിനിമകളെല്ലാം വില്ലന്മാരോ ഇല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവർ ഒന്നുകിൽ ഹിന്ദു ആയിരിക്കാം അല്ലെങ്കിൽ ക്രിസ്ത്യനായിരിക്കാം. സ്വാഭാവികമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടിക്കൂടി എവിടെയെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ആ ഒരു ചങ്കിടിപ്പ് കൂട്ടിയ ഒരു വിമാന റാഞ്ചലുണ്ടായിരുന്നു. ആ കാണ്ഡഹാർ വിമാനമായിരുന്നു റാഞ്ചിരുന്നത്. അതായത് ഈ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു വലിയ വിമാന റാഞ്ചൽ. അതിപ്പോൾ നെറ്റ്ഫ്ലിക്സ് സംപ്രേഷണം ചെയ്തു വരുന്ന ഒരു വെബ് സീരീസ്. ആ വെബ് സീരീസിൽ ഒരു പുതിയ എപ്പിസോഡാണ് IC-814 ദ കാണ്ഡഹാർ ഹൈജാക്ക് എന്ന് പറയുന്ന ഒരു വെബ് സീരീസാണ്. അത് കാണ്ഡഹാർ വിമാനം റാഞ്ചിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണതിൽ. ആ കഥയിൽ ചരിത്രത്തെ എന്നല്ല, അതിനകത്ത് യാഥാർത്ഥ സംഭവങ്ങളെപ്പോലും വളച്ചൊടിക്കുക എന്നുള്ളതല്ല, പാടെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആ കാണ്ഡഹാർ വിമാനത്താവളത്തിലെ അതിൽ ഉണ്ടായിരുന്ന ഭീകരരെക്കുറിച്ച്, ഇതെങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഈ നാട്ടിൽ കൊച്ചു കുട്ടികൾക്ക് പോലും മനഃപ്പാടമായിട്ട് ഇരിക്കെ ആണ് പുതിയൊരു സിനിമ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സീരീസ് എത്തിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ്, OTT വഴിയുള്ള ഒരു സീരീസാണ്. അതിനകത്ത് അതിലെ ഈ ഭീകരന്മാരുടെ പേരുകൾ മാറ്റിയതാണ് വളരെ വിചിത്രം. നമുക്കറിയാം, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ എത്തി നമ്മുടെ രാജ്യത്ത് ഈ ഭീകരവാദം നടത്തുന്ന ഭീകരരൊന്നും തന്നെ നമ്പൂതിരിയോ നായരോ ഇല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ പേരുകളുള്ളതോ ക്രിസ്ത്യൻ പേരുകളുള്ളതോ ആരുമില്ല എന്നറിയാം. ഇവിടെയാണ് ദ കാണ്ഡഹാർ ഹൈജാക്ക് എന്ന് പറയുന്ന ഈ വെബ് സീരീസിൽ ഈ കാണ്ഡഹാർ വിമാനം റാഞ്ചിയ കൊടും ഭീകരരായ, പാകിസ്ഥാനിൽ പിന്തുണയുള്ള പാകിസ്ഥാൻ ഭീകര സംഘടനയിൽ കൊടും ഭീകരന്മാരായ ഇബ്രാഹിം അക്തർ, ഷാഹിദ് അക്തർ സയ്യിദ്, അഹമ്മദ് ഖാസി, സഹൂർ മിസ്ത്രി, ഷക്കീർ എന്നിവരായിരുന്നു ഈ വിമാനം റാഞ്ചിയത്. ഈ 5 പേരുടെ പേരുകൾ തന്നെ മാറ്റിയിരിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ ഹിന്ദുക്കളാണ്. അവരുടെ പേരുകൾ ഇങ്ങനെയാണ്: ശങ്കർ, ഭോലെ, ചീഫ്, ഡോക്ടർ, ബർഗർ എന്ന് പറയുന്ന 5 പേരുടെ പേരിൽ, അതായത് ഹിന്ദു പേരുകളിലാണ് ഈ കാണ്ഡഹാർ വിമാനം റാഞ്ചിയത്. ഇങ്ങനെ പോകുകയാണ് എങ്കിൽ താലിബാനിൽ ഈ ആളുകളെ കൊന്നൊടുക്കുന്നവരും ചാവേറായി പൊട്ടിത്തെറിക്കുന്നവരുമൊക്കെ ഹിന്ദുക്കളാകാൻ അധികം സമയം വേണ്ടി വരുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എന്തും കാട്ടിക്കൂട്ടുന്നിടത്താണ് ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് പണി വാങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഇന്ത്യയിലെ മേധാവിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാനായി കൊണ്ടുവന്നിരുന്നു. അതിനെതിരെ വലിയ രീതിയിൽ ഇവിടെ ബഹളങ്ങളും നടന്നിരുന്നു. അതായത് ഒരു IT ആക്ട്. കാരണം OTT അടക്കമുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു കടിഞ്ഞാൺ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ഈ രാജ്യത്ത് അതില്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നാണ് പറയുന്നത്. വിചിത്രമായ മറ്റൊരു കാര്യം കേരളത്തിൽ കാലങ്ങളായി നടക്കുന്നുണ്ട്. സിനിമാ മേഖലയിലായാലും മറ്റു മേഖലയിലായാലും എന്ത് വിഷയമുണ്ടെങ്കിലും മോഹൻലാൽ മറുപടി പറയണം എന്നുള്ളതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും ഇവിടെ മറ്റു ചിലരുടെയും ആവശ്യം. എല്ലാത്തിനും മോഹൻലാൽ തന്നെ വേണം. മോഹൻലാലിനോടൊപ്പം തന്നെ തലപ്പൊക്കമുള്ളതും മെഗാസ്റ്റാർ ആയതുമായ നടന്മാർ അനവധിയുണ്ട്. പക്ഷേ ഉത്തരം മോഹൻലാൽ പറഞ്ഞാൽ മതിയാകും. എല്ലാ കുറ്റങ്ങളും മോഹൻലാലിലേക്ക് കേന്ദ്രീകരിക്കാൻ ചിലർക്ക് വല്ലാത്ത വ്യഗ്രതയുമാണ്. അതായത് ഈ കലാപരമായ കാര്യങ്ങളിലൂടെ മതത്തെ ഒളിച്ചു കടത്തുന്നു, തീവ്രവാദത്തെ വെള്ളപൂശുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് തന്നെയാണ് നടക്കുന്നത്. ഈ കാണ്ഡഹാർ ഹൈജാക്ക് എന്ന് പറയുന്ന ഈ വെബ് സീരീസിലും അത് തന്നെയാണ്. അതായത് തീവ്രവാദത്തിന് വെള്ളപൂശുക, തീവ്രവാദികളെ ഹിന്ദുക്കളാക്കുക എന്നുള്ളത്. എവിടെയാണ് ഒരു ഹിന്ദു ചാവേറായി പൊട്ടിത്തെറിച്ചതെന്ന് ചരിത്രത്തിലില്ല, വാർത്തകളിലുമില്ല. പകരം ഇത്തരത്തിലാണ്. ഇനി നമ്മുടെ നാട്ടിലെ ചില മീഡിയകളുടെ ഇത്തരത്തിലുള്ള വെള്ളപൂശലിൻ്റെ ശ്രമം കൂടി പറയാം. അതായത് പേരാദ്യം എടുക്കും, ആ പേരിൻ്റെ അറ്റത്ത് അനിൽ ഇല്ലെങ്കിൽ സുനിൽ എന്ന് മാത്രമാണുള്ളതെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം, അത് ഒരുപക്ഷെ മുസ്ലിം പേരുകളാണ് എങ്കിൽ ആ ഭാഗം വെട്ടിക്കളഞ്ഞുകൊണ്ട് ഹിന്ദു പേര് എന്ന രീതിയിൽ ധരിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ വാർത്ത ചെയ്യാറുള്ളത്. പലപ്പോഴും ഇത് ആരാണ് എന്ന് തപ്പിപ്പോകുമ്പോഴാണ് ഇയാളുടെ മുഴുവൻ പേരും നമുക്ക് ലഭ്യമാകുന്നത്. മുഴുവൻ പേര് ലഭ്യമാകുമ്പോഴായിരിക്കും ഇത് ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള വെട്ടിക്കളയൽ ഇല്ല, ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും ഈ കട്ടിങ് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനവും ഒപ്പം തന്നെ സിനിമാ പ്രവർത്തനവും ഒക്കെ പോകുന്നത്. ഇപ്പോൾ ഈ ദ കാണ്ഡഹാർ ദ ഹൈജാക്ക് എന്ന് പറയുന്ന ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവത്തെ തന്നെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഭീകരവാദത്തെ വെള്ളപൂശിക്കൊണ്ട് വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും നെറ്റ്ഫ്ലിക്സ് പോലെ
വിദേശത്തു നിന്ന് നിയന്ത്രിക്കുന്ന ഒരു OTTക്ക് ഈ രാജ്യത്ത് കടിഞ്ഞാണിട്ടേ മതിയാകൂ. കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു സ്വത്വമുണ്ട്, ഈ രാജ്യത്തിൻ്റെ ഒരു വികാരമുണ്ട്. അതറിഞ്ഞ് മുൻപോട്ട് പോവുകയാകും ഏവർക്കും നല്ലത്. നമുക്കറിയാം, ഈ മലയാള സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് നിൽക്കുന്നതൊക്കെ ഇത്തരം മതമൗലികവാദ സംഘടനകളാണ്. മുൻപ് ഈ കാഴ്ച നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടതാണ്. അതായത് നാം ബോളിവുഡ് എന്ന് പറയുന്ന ഹിന്ദി സിനിമാ രംഗം അടക്കി വാണത് ഒരു കാലത്ത് ഡി കമ്പനിയും ദാവൂദുമായിരുന്നു. അന്ന് അവരൊക്കെയാണ് ആര് അഭിനയിക്കണമെന്ന് പോലും തീരുമാനിച്ചിരുന്നത്, ഏത് കഥ വേണമെന്ന് തീരുമാനിച്ചതും അവരൊക്കെയാണ്. അങ്ങനെ ഉയർന്നു വന്ന ചില സ്റ്റാറുകൾ ഇന്നും നമ്മളുടെ ഹിന്ദിയിലുണ്ട്. പക്ഷേ ഇന്ന് ബോളിവുഡ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് മറ്റു സിനിമകൾ കയറി വന്നിരിക്കുന്നു. ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ പല കഥകളും ഇന്ന് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ ഭീകരവാദത്തിന് പച്ചയ്ക്ക് വെള്ളപൂശിക്കൊണ്ട് രംഗത്തെത്തുന്നു. ഒരുപക്ഷെ ചേഞ്ചുകൾ വരുത്തുക സ്വാഭാവികമാണ്. ഇതിനൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് പറയാൻ കഴിയില്ല, ശുദ്ധ തെമ്മാടിത്തരമെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.